സ്നേഹമുള്ളവർ, നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഭരണഘടന നിശ്ചയിക്കുന്ന തട്ടുകൾക്ക് അതത് തട്ടുകളുടെ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങൾ അതിനപ്പുറത്തേക്ക് എക്സസ്സായിട്ട് പ്രവർത്തിക്കുമ്പോൾ സാമൂഹ്യമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ നിരവധിയാണ്. അതൊക്കെയാണ് ഇപ്പോൾ വ്യാപകമായിട്ട് കേരള സംസ്ഥാനത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. സർക്കാർ സേവകരെന്നറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സേവകരെന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ഭരണക്കാരുടെയും തലയ്ക്ക് മേലെ, രാഷ്ട്രീയ പാർട്ടികളുടെയും മന്ത്രിമാരുടെയും ഒക്കെ തലയ്ക്ക് മീതെ, ഭരണകൂടത്തിൻ്റെയും തലയ്ക്ക് മീതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർക്ക് നാട്ടിലെ അവരുടെ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഗുണ്ടാ സംഘങ്ങളും അതുപോലെ തന്നെ ഊഹക്കച്ചവടക്കാരൊക്കെ ആയിട്ടാണ് അവർക്ക് ബന്ധം. മാത്രമല്ല ഉദ്യോഗസ്ഥരിൽ പലരും ഇതൊക്കെയാണ് താനും. ഇതിൻ്റെ ദുരന്തം വ്യാപകമാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് നിസ്സാര കാര്യമൊന്നുമില്ല. ഞാൻ ബോധപൂർവം തന്നെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമില്ല. അത് ക്യാൻസർ പോലെ നമ്മുടെ സാമൂഹ്യ ശരീരത്തെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ മുന്നിട്ടിറങ്ങേണ്ടത് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ജനങ്ങളും കൂടി തങ്ങളുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. ജനങ്ങളുടെ ഇപ്പോഴത്തെ ധാരണ അടിമകളാണെന്നുള്ളതാണ് പലപ്പോഴും. കാരണം നിസ്സാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വന്ന് വില്ലേജ് ഓഫീസിലെ പിയൂണ് വന്നിട്ട് പറഞ്ഞാൽ പോലും ഭീതിപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഭീതിപ്പെടുത്താവുന്ന രീതിയിലേക്ക് അധികാരം പ്രയോഗിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത് വില്ലേജ് ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും പോലീസാണെങ്കിലും ഒക്കെ ഉണ്ട്. അല്ലാത്തതുണ്ടാവും, ധാരാളം ഉണ്ടാവും. അല്ലാത്തതുണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, കാരണം അതിനു വേണ്ടിയാണല്ലോ ആ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അല്ലാത്തത് അപൂർവമാണ് എന്ന് പറയുന്ന ഒരു ഗതികേട്ടിലേക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ നാട്ടിൽ, എൻ്റെ പ്രദേശത്ത്, എൻ്റെ പാർട്ടിയുടെ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സുന്ദരൻ ഇപ്പോൾ അടുത്ത ദിവസം മരിച്ചു. സുന്ദരൻ മരിച്ചിട്ട് സുന്ദരൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണ നമ്മൾ ചാനലുകളിലും ഇതിലൊക്കെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വീട്ടിലേക്ക് കിടക്കാൻ വഴിയില്ല. സുന്ദരന് കിടക്കാൻ വഴിയുണ്ടായിരുന്നു. സുന്ദരനും സുന്ദരൻ്റെ അയൽവാസിയായ ആയിഷയ്ക്കും അതുപോലെ ലീലയ്ക്കും ഒക്കെ വഴിയുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, ഒരു 2 അടി വീതിയിൽ 3 അടി വീതിയിൽ കുറച്ച് അവരുടെ ഒരു സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് രേഖകളില്ലാത്ത ഒഴിവുള്ള കുറച്ച് സ്ഥലവും, ആ സ്ഥലത്തു കൂടിയൊക്കെ അവർ നടന്നിട്ടുണ്ട്. അവർക്ക് തന്നെ ആയിട്ട് 2 അടി വഴി അവിടെ ഉണ്ട്. ആ സുന്ദരൻ്റെ വഴിയല്ല, ആയിഷയുടെ വഴിയാണ്. ആ ആയിഷയുടെ വഴിയുടെ അറ്റത്താണ് സുന്ദരൻ്റെ വീട്. സുന്ദരൻ അതിലൂടെ നടക്കുന്നത്. നല്ല സൗഹാർദ്ദം എന്ന് പറയുന്നത്. അപ്പം ആ വഴി ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രദേശത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും താലൂക്ക് ഓഫീസറും, തിരൂർ താലൂക്ക് ഓഫീസറും താനാളൂർ വില്ലേജ് ഓഫീസറും അന്നത്തെ കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയിലത്തെ അന്നത്തെ താനൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന സുമേഷ് സുധാകറും അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ വഴി കെട്ടിയടച്ചു. വഴി കെട്ടിയടച്ചതൊരിക്കലും തുറക്കാത്ത വിധത്തിലേക്കുള്ള റിപ്പോർട്ടുകളും കൊടുത്തു. ഇവരെല്ലാം ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടുകച്ചവടക്കാരാണ്. ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ്, ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് അതിൻ്റെ അപ്പുറത്ത് സുന്ദരൻ്റെ ആയിഷയുടെയും ലീലയുടെയൊക്കെ വീട്ടിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലം, ആ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ വഴിയൊക്കെ ഇവരടച്ചു കിട്ടിയത്. ആ സ്ഥലം താനാളൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു തറവാട്ട് വക ഭാഗിച്ചിട്ട് ഒരു സ്ഥലം ഒരു സ്ത്രീ പണയം വെച്ചതായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ. ആ പണയം വെച്ചിട്ട് ആ സ്ത്രീക്ക് അത് തിരിച്ചെടുക്കാനായില്ല. അങ്ങനെ വന്നപ്പോൾ സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരു ഗൂഢസംഘമുണ്ട്. അവരെന്ത് ചെയ്യും, അവർ ഇത് വന്നിട്ട് ഇവരെ സമ്മർദ്ദപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നോട്ടീസുകൾ അയപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട് സമ്മർദ്ദപ്പെടുത്തി അവസാനം ഇവരെ കൊണ്ട് ഇത് വിൽപ്പിക്കുമ്പോൾ ഈ കുടുങ്ങിയിട്ടുള്ള വിൽപ്പനയാണല്ലോ.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നെ പണം കുറയും. അങ്ങനെ കുറഞ്ഞ പൈസക്ക് ഇവർ തന്നെ ഇത് മേടിക്കും. മേടിച്ചിട്ട് ഇവരെന്ത് വെച്ചാൽ അതിലേക്ക് വഴി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു റോഡ് ഉണ്ടാക്കും. അതാരെങ്കിലൊക്കെ ചവിട്ടിക്കുത്തി റോഡ് ഉണ്ടാക്കും. അങ്ങനെ റോഡ് ഉണ്ടാക്കാൻ ശ്രമം നടന്നപ്പോൾ ഇവിടെ ഏറ്റവും ദുർബലരായിട്ടുള്ള വിഭാഗങ്ങളെ ആരോടും ചോദിക്കാതെ റോഡ് വെട്ടാൻ പറ്റിയ വിഭാഗങ്ങളെയാണ് അവർ കണ്ടെത്തിയത്. അന്ന് സുന്ദരനായിരുന്നു, 2 ലീല, അതുപോലെ തന്നെ ഐഷ എന്ന് പറഞ്ഞത്. സുന്ദരന് 2.25 സെൻറ്റ്, ഐഷയ്ക്ക് പിന്നെ ലീലയ്ക്ക് 3.25 സെൻറ്റ്, ഐഷയ്ക്ക് 6 സെൻറ്റ്. ഈ ഭൂമിയുടെ നടുക്ക് കൂടിയാണ് ഈ ഭൂമി കച്ചവടക്കാരെ റോഡ് വെട്ടിക്കൊണ്ടുപോയത്. ആരും ചോദിക്കാനും പറയാനില്ലാത്തവർ. ആ റോഡ് വെട്ടിക്കൊണ്ടേന്ന് മാത്രമല്ല, ആ റോഡ് വെട്ടിക്കൊണ്ടിട്ട് അവർ റോഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ റോഡ് കമ്മിറ്റി ഐഷയ്ക്കെതിരെ കേസ് കൊടുത്തു. ഐഷയുടെ സ്ഥലമാണ് 1/2 സെൻറ്റോളം സ്ഥലം എടുത്ത്. ഇവർക്കൊക്കെ എതിരെ കേസ് കൊടുത്തു. എന്താ കേസ്? ഞങ്ങളുടെ റോഡ് കയ്യേറാൻ ഐഷയും മറ്റും ശ്രമിക്കുന്നു പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും കോടതി അതിന് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു, ഇഞ്ചക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2012 ഇതുണ്ടാകുന്നത്. ആ 12 കേസ് പോയപ്പോൾ ഈ കേസിന് പോലും പോകാൻ, കേസിന് ഒരു 500 രൂപ കൊടുക്കാൻ പോലും പാകമില്ലാത്ത, ഒരു കേസിന് പോകുമ്പോൾ ഒരു വക്കീലിന് 500 രൂപ കൊടുക്കാൻ പോലും പാകമില്ലാത്ത കുടുംബങ്ങളാണിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഈ കേസ് നമ്മളടുത്തെത്തുന്നത്, CPIയുടെ കയ്യിലെത്തുന്നത്. അങ്ങനെ നമ്മൾ ആ കേസ് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുവരെ വഞ്ചിച്ചാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ കേസ് നടത്തി അവർക്ക് വേണ്ടി കേസ് നടത്തിയിട്ട് 2018 അവസാനത്തിൽ ആ കേസ് വിധിയായപ്പോൾ ഐഷയ്ക്ക് അനുകൂലമായി. 2 കോടതികൾ, 2ാമത്തെ കോടതിയും വിധിച്ചു, സബ് കോടതിയും വിധിച്ചു, ഐഷയ്ക്ക് അനുകൂലമാക്കി. ചെലവ് സഹിതം അവരുടെ കേസ്, അവർ കൊടുത്ത കേസാണല്ലോ, അവരുടെ കേസ് തള്ളി. ആ തള്ളിയ സമയത്ത് ഐഷ അവരുടെ സ്ഥലം തിരിച്ചു പിടിച്ചു. ആ തിരിച്ചു പിടിച്ചതിൻ്റെ വൈരാഗ്യത്തിനാണ് ഐഷയ്ക്കും അവകാശപ്പെട്ട ഈ 2 അടി വഴി ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, വില്ലേജ് ഓഫീസറെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ കെട്ടിയടച്ചു. ഗുണ്ടകൾ കെട്ടിയടച്ചു. ആ കെട്ടിയടച്ചതിൻ്റെ പിന്നിൽ ദോഷം പറയരുതല്ലോ. രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ ഈ നടക്കുന്ന ഈ ഉഴുപ്പലക്കളൊക്കെ കാണുമ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വല്ലാത്ത ചിരിയാണല്ലോ, വല്ലാത്ത ഹാസ്യമാണ് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി ഭൂമി കച്ചവടക്കാരെ കൂടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, CPM, ഞാനാ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഐഷയ്ക്കും സുന്ദരനും ലീലയ്ക്കും എതിരായിട്ട് ഈ ഭൂമി കച്ചവടക്കാരുടെ കൂടെ ഉറച്ചു നിന്നു. അവരെ സൗഹാർദ്ദമൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം. ഒരു നൂലിൽ കോർത്ത പോലെ, ഒരു ചരടിൽ കോർത്ത പോലെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അതിൻ്റെ ഒപ്പം താലൂക്ക് ഓഫീസർ, വില്ലേജ് ഓഫീസർ, പോലീസ് ഓഫീസർ, ഇവരെല്ലാവരും കൂടിയാണ് ചേർന്നിട്ടാണ് ഈ പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെയും ഈ മാഫിയകളുടെയും നെക്സസ്. അത് ഗുരുതരമാണ്. അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ പോയെങ്കിലും 2019 ഫെബ്രുവരി 28 ഈ വഴി അടച്ചു കെട്ടുന്നത്. അതിന് പരാതിയുമായിട്ട് പല സ്ഥലത്തും പോയി. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുക്ക ഈ പരാതിയുമായിട്ട് ഞാൻ നേരിട്ടാണ് പോയത്. ആ ചെന്ന് അവിടുന്ന് മന്ത്രി അപ്പം തന്നെ അതിൽ നോട്ട് ചെയ്തിട്ട് പിന്നെ RDOക്ക് വിട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് അതിന് ന്യായമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് RDO അവിടെ നേരെ താലൂക്ക് ഓഫീസർ കൊടുത്തു. എന്താ, സിമ്പിളാണ്, അളന്നാൽ മതി. അവിടെ അളന്നാൽ ഈ 2 അടി വഴി കിട്ടും. അതന്നെ ഞങ്ങൾക്കും ആവശ്യമുള്ളൂ, ഞങ്ങളും അതേ പറഞ്ഞുള്ളൂ. അളക്കാൻ വേണ്ടിയിട്ട് RDO ഓർഡർ ഇട്ടു, താലൂക്ക് ഓഫീസർ കൊടുത്തു. അത് സർവേറിംഗ് വെച്ച് അളന്ന് കൊടുക്കണമെന്ന്. താലൂക്ക് ഓഫീസർ അനങ്ങിയില്ല. തിരൂർ താലൂക്ക് ഓഫീസർ എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ മേലെയാണ്, അതൊക്കെ മേലെയാണ് അയാളുടെ സ്ഥാനം. എന്താ കാരണം? ഈ തരം നെക്സസ് ഉള്ള ആളാണ്. എല്ലാവിധ പിന്നെ ഇതിൻ്റെ നെക്സസ് ഉണ്ട്. താലൂക്ക് ഓഫീസറെ പവറുണ്ട്, അധികാരമുണ്ട് ആ ഉദ്യോഗസ്ഥൻ. അപ്പോൾ നിയമങ്ങളൊക്കെ അയാളുണ്ടാക്കും. ഒപ്പം സഹായിക്കാൻ താനാളൂർ വില്ലേജ് ഓഫീസറുണ്ട്. ഈ താനാളൂർ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ഞാനിത് പൊതുവെ പറയുന്നതായതുകൊണ്ടും ഞാൻ മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അയാൾ ഭയങ്കര വലിയ ബുദ്ധിമാനാണ്. എന്താ കാരണം വെച്ചാൽ, ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി രാജീവ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അയാൾ ജാതി സർട്ടിഫിക്കറ്റിന് അയാളുടെ പെങ്ങളെ ചെന്ന് 3-4 തവണ ചെന്ന് കിട്ടാതെ വന്നപ്പോൾ അയാൾ പെങ്ങളെയും കൂട്ടി അവിടെ ചെന്നിട്ട് അയാൾ ചോദിച്ചു, എന്താണ് സാറേ, ഞങ്ങൾ ഈ ജാതിക്കാരല്ലേ, ഇത് തരണ്ടേ, ഇത് തരാൻ ഞങ്ങൾ ഈ ജാതിക്കാരല്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞ വാക്കെന്താ അറിയും? നീ ഇന്ന ജാതിയാണ്, ആ ജാതിയുടെ പേര് ഞാൻ പറയില്ല, ആ ജാതിയാണെന്ന് നിന്നെ കണ്ടാൽ തന്നെ അറിയാം, നിൻ്റെ പെങ്ങളെയും കണ്ടാൽ അറിയാം, അല്ല നിൻ്റെ അമ്മയും കണ്ടാൽ അറിയാം, പക്ഷേ ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ടല്ലോ എന്നാണ്. ഏതായാലും ആ സംഭവം അറിഞ്ഞ സാഹചര്യത്തിൽ
ഇത്രയും ആളുകൾ കൂടി നിൽക്കുകയാണ് ഇയാളിത് പറയുന്നത്. എന്നിട്ട് ഇയാൾ പൊട്ടിച്ചിരിക്കുക, മറ്റാളുകളുടെ കൂടെ ആർത്തുല്ലസിച്ച് ചിരിക്കുക, ഈ ജാതി പറഞ്ഞ് കളിയാക്കിയിട്ട്. ആരാ ജാതി പറയുമ്പോൾ അവരെ തടയിടേണ്ട ഉദ്യോഗസ്ഥനാണ് ജാതിയുടെ പേരിൽ അധിക്ഷേപം പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ജനങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരെ ആ സഖാവ് പോലീസിൽ പരാതി കൊടുത്തു, സാക്ഷികൾ ഉൾപ്പെടെ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. വില്ലേജ് ഓഫീസർ കൊടുത്തവരെ, ആ വില്ലേജ് ഓഫീസർ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. സുനിൽ എന്നാണ് അയാളുടെ പേര്. ആ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ പോലീസ് ഓഫീസർ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ പേര് സുമേഷ് സുധാകർ എന്നാണ്. ഈ സുമേഷ് സുധാകർ അവിടെ വന്ന ഒരു കക്ഷി, ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കക്ഷിയെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു അപ്പാവിയെ പിടിച്ചുകൊണ്ടുവന്ന് കള്ളക്കേസ് ചാർജ് ചെയ്താൽ, ആ കള്ളക്കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി ഇയാളെ അയാളോടുള്ള വൈരാഗ്യം കൊണ്ട് ഇയാളെ പിടിച്ചു കൊടുത്തിട്ട് അയാളെ കയ്യിൽ നിന്ന് 50,000 രൂപ അടിച്ചു മാറ്റി അയാളെ കണ്ണിൽ മുളക് തേച്ച് മർദ്ദിച്ചതിൻ്റെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ സുമേഷ് സുധാകർ എന്ന് പറഞ്ഞ എസ് ഐ. അയാൾ അവിടുന്ന് തൽക്കാലം പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ താനൂരിൽ നിന്ന് മാറ്റി വീണ്ടും താനൂരിൽ അയാളെ കൊണ്ടുവന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്ര സ്വാധീനമുണ്ട് ഇവർക്കൊക്കെ എന്നൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ആ കേസ് ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. ഞാൻ വളരെ ബോധപൂർവമാണ് ഈ പേരൊക്കെ പറഞ്ഞ് ഉന്നയിക്കുന്നത്, ഞാൻ അബദ്ധത്തിൽ ഉന്നയിക്കുന്നതൊന്നുമല്ല. അവർക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കേസ് പോവാം, തെളിവൊക്കെ ഞാൻ ഹാജരാക്കിക്കൊള്ളാം. അങ്ങനെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അത്തരത്തിലുള്ള ചില ആളുകൾ, അതുവരെ സംരക്ഷിക്കാൻ പറ്റാവുന്ന ചില പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ഈ നേതാക്കന്മാർ പലരും ഭൂമി കച്ചവടക്കാരാണ്. ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവരെ ഇഷ്ടം പോലെ, ഞാനതിലൊന്നും പറയാൻ പോകുന്നില്ല. മറിച്ച് പാവപ്പെട്ട ആളുകളുടെ കാര്യം വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് ഇവർ നിൽക്കേണ്ട, അവർക്ക് കൃത്യമായിട്ടുള്ള സർക്കാർ നിശ്ചയിക്കുന്ന, ഭരണഘടന നിശ്ചയിക്കുന്ന ആനുകൂല്യങ്ങളല്ല, അവരുടെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ, അത് ചെയ്യാതെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വിഭാഗം അവസാനം എന്താ ഉണ്ടായത്? സുന്ദരൻ മരിച്ചപ്പോൾ സുന്ദരൻ്റെ ഡെഡ് ബോഡി ആ കെട്ടിവെച്ച വഴിയുടെ മേലെ കൂടി, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചാനലുകളിൽ എന്നോട് അവിടുന്ന് പലരും വിളിച്ചു പറഞ്ഞു നമ്മളിത് കൊണ്ടുവരുന്നത് ഇവിടെ വെക്കണം, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസർ ഇതിൽ കൊണ്ടിട്ട് കൊടുക്കണം, അയാളോട് കൊണ്ടുപോകാൻ പറയണം ഇത് ഈ സുന്ദരൻ്റെ വീട്ടിലേക്ക്. ഞാനത് നമുക്ക് ചേർന്ന പണിയല്ല, ഒരു ഡെഡ് ബോഡി വെച്ച് കളിക്കലൊന്നും നമുക്ക് ചേർന്ന്. മാത്രമല്ല നമുക്ക് എത്രത്തോളം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് മരിച്ചിട്ടുള്ളത്. അയാളെ മരണത്തിന് വിലവേശലും ശരിയൊന്നുമല്ല, പുറത്തുണ്ടാകുന്ന വികാരത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഡെഡ് ബോഡി അതിൻ്റെ മേലെ കൂടി, സുന്ദരൻ്റെ മകനും നമ്മുടെ സഖാക്കളും ഒക്കെ കൂടി ആ കെട്ടിവെച്ചതിൻ്റെ മേലെ കൂടി ആണ് ആ ഡെഡ് ബോഡി കൊണ്ടുപോയത്. ഇതൊക്കെ ഇവിടെ പകൽ പോലുള്ള സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ, തിരൂർ താലൂക്ക് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാൾ മന്ത്രിക്കും മേലെ നിൽക്കുന്നയാളാണ്. എങ്ങനെ അയാൾ അങ്ങനെ ആയി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വില്ലേജ് ഓഫീസർ, ആനാളൊരു വില്ലേജ് ഓഫീസർ, പോലീസ് ഓഫീസർ ഇപ്പോഴുള്ള പോലീസ് ഓഫീസറല്ല. എനിക്ക് പറയാൻ സാധ്യതയില്ല, കാരണം വെച്ചാൽ എനിക്കൊരു അനുഭവമില്ല. ഇപ്പോഴുള്ള പോലീസ് CI ഒക്കെ വളരെ നല്ല രീതിയിൽ ആണ് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സുമേഷ് സുധാകർ എന്ന പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭൂമി കച്ചവടക്കാരുമായിട്ട് യോജിച്ച്, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് യോജിച്ച് നടത്തിയിട്ടുള്ള ഈ ധിക്കാരത്തിനെതിരെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളും കൂടി ആലോചിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇതിനെതിരെ പ്രതികരിക്കാതെ, ഇത്തരം ഇഷ്യൂസിനെതിരെ പ്രതികരിക്കാതെ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കി ആ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചാവേറുകളായിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹം ഒരു കാലത്ത് നേരെയാകാനും പോകുന്നില്ല. നാളത്തെ ഇരകൾ നമ്മൾ തന്നെയാവും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ മുതിറാണെന്നുള്ളതൊക്കെ നമുക്ക് തോന്നലുണ്ടാവും. കാരണം വെച്ചാൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും അങ്ങനെയാണ് തോന്നൽ. ഇപ്പോൾ അതിനെന്തെങ്കിലും ചില്ലറ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഗുണമാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർക്ക്. പക്ഷെ നാളെ അവർക്ക് തന്നെ ഈ ഗതി വരും. കാരണം ഇതിൻ്റെ ഒരു അവസ്ഥ മാറുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. ആ ഗതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സാമൂഹ്യമായിട്ടുള്ള വിപത്തിനെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സമൂഹത്തിലെ ജനങ്ങളെ ഇത് പഠിപ്പിക്കണം. അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കണം. ഞങ്ങൾ ശ്രമിക്കുന്നതിനാ, ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പാർട്ടി, ഈ താനൂർ മണ്ഡലം കമ്മിറ്റി ശ്രമിക്കുന്ന ഓരോ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ നിയമപരമായിട്ടുള്ള നിങ്ങൾക്ക് ഗുണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്, ഇതവരെ പഠിപ്പിക്കും. അതിലൂടെ നിയമപരമായിട്ട് മുന്നേറിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക. അതിൽ നിർഭയത്തോടുകൂടി നിലനിൽക്കുന്നതിന് വേണ്ടി അവരെ സജീവമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങളിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെന്ത് ചെയ്തു എന്ന്, ഞങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് മുഴുവനും ഈ കാര്യത്തിൽ, ഇനി ചെയ്യാൻ പോകുന്നു ഞങ്ങൾ തന്നെയാണ്. ഇതൊരു വിഷയം മാത്രമല്ല, ഇതുപോലെ നിരവധി വിഷയങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം കൊണ്ടും ധിക്കാരം കൊണ്ടും അവരാണ് നിയമം നടപ്പാക്കുന്നത് അവരാണ് ശരിക്കും.
പക്ഷേ നിയമം വ്യാഖ്യാനിക്കുക കൂടി ചെയ്യാണ് അവർ. നിയമം അവരുണ്ടാക്കുന്ന നിയമം. കാരണം ഇതിനകത്ത് പറഞ്ഞ വരികളുണ്ട്, ഞാൻ പിന്നെ വിസ്താരമായും കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തരാത്ത. ഇതിനകത്ത് പിന്നെ താലൂക്ക് ഓഫീസർ എഴുതിയ ഒരു എഴുത്താം, പിന്നെ എവിടേക്ക് RDOക്ക് ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല എഴുതിക്കാണ്. അപേക്ഷാ കക്ഷിയുടെ ആധാരത്തിൽ ടി ഭൂമിയിലേക്കുള്ള വഴിയെപ്പറ്റി പ്രത്യേക പരാമർശമില്ല, ഈ വഴിയെപ്പറ്റി പ്രത്യേക പരാമർശം ആധാരത്തിലില്ല എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ തൊട്ടുകൊണ്ടന്നെ അയാൾ പറഞ്ഞു, അതിരുകളായി ഉന്നയിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗം 2 അടി വീതിയിലുള്ള പൊതുവഴിയാണ്. പിന്നെന്ത് കുന്താടോ അതിൽ നോക്കാനുള്ളത് താലൂക്ക് ഓഫീസറെ? അതിര് 2 അടി വഴിയാണെങ്കിൽ ആ അതിര് പിന്നെ ആർക്കുള്ളത് അവകാശപ്പെട്ടതാ? ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ പൊട്ടന്മാരാക്കുക, നിയമം ഇവർ വ്യാഖ്യാനിക്കുക, എന്നിട്ട് നിയമം പുതിയത് ഇവർ ഉണ്ടാക്കുക, എന്നിട്ട് ആ വഴി കെട്ടിയടച്ചതിൻ്റെ കാര്യം പറയാം. അതുപോലെ തന്നെ പിന്നെ വില്ലേജ് ഓഫീസർ പറഞ്ഞെന്താ, ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി മുതൽ നിരവധി കോടതികളിൽ കേസുകൾ നിലവിലുള്ളതായി അന്വേഷണത്തിൽ അറിയുന്നു. ഇയാൾ ഏതടുപ്പിലത് അന്വേഷിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഒരൊറ്റ കേസും അന്ന് 2019 ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഒരു കേസും നിലവില്ല. ആ ഭൂമിയെ പറ്റി, ആ വഴിയെപ്പറ്റി ഒരു തർക്കവും ഒരു കോടതിയിലും നിലവില്ല. പിന്നെ ഈ വില്ലേജ് ഓഫീസർക്ക് ഇത് ഇവിടെ നാട്ടി. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇത് ഇവരൊക്കെ കൂടി ഒത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കുക. അതേ വരി തന്നെ ആരെഴുതിയിരിക്കുന്നു? സുമേഷ് സുധാകർ SI എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയുള്ളത്? സിവിൽ കോടതിയിൽ പരാതി നൽകിയതിനാലും സ്ഥലത്തെ ഭൂമിയുടെ അതിരും വഴിയും സംബന്ധിച്ച തർക്കവും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലാത്തതാണ്. ഇയാൾക്ക് ഇവിടുന്ന് വിവരം കിട്ടി? ഒരു പോലീസ് ഓഫീസറാണ്, സാധാരണക്കാരൻ പറയുന്നതല്ല. സിവിൽ കോടതിയിൽ പരാതി നിലനിൽക്കുന്നതിനാലും ഭൂമിയുടെ അതിരും വഴി സംബന്ധിച്ച തർക്കവും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലാത്തതാണെന്ന്. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്ന സാധനം. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിയും കൊല്ലുക. ഇതൊക്കെ ആളുകൾ പ്രസംഗിക്കുമ്പോഴേ കേട്ടിട്ടുള്ളൂ. ഞാനിത് കണ്ടതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പാർട്ടി, എൻ്റെ സഖാക്കൾ, ഇവിടെയുള്ള ജനങ്ങളൊക്കെ അത് കണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ ദുർബലമായിട്ടുള്ള പിന്നെ അങ്ങനെ ആൾസ്വാധീനവും കാര്യമൊക്കെ വെച്ച് ഇതിനെ നേരിട്ട് എതിർക്കുന്നതിന് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. സത്യമാണ്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ നിയമപരമായിട്ടുള്ള ഫൈറ്റ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും ഗുരുതരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഭരണകൂടത്തിന് പോലും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതും അതിനാണ്. ഇത് കാണുന്നവരും കേൾക്കുന്നവരും സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ പിന്നെ സാമൂഹ്യ പ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും നയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും സഹകരിക്കണം ഈ കാര്യത്തിൽ. ഇതിൽ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി, നിയമ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ്. എന്തായാലും ഞങ്ങൾ ഭീതിപ്പെട്ട് പിന്മാറുന്നൊന്നുമില്ല. ആളെണ്ണം കുറവാണെങ്കിലും ആരോഗ്യം കുറവാണെങ്കിലും ഈ നാട്ടിൽ മരണഭയമില്ലാതെ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ താനൂർ മണ്ഡലം കമ്മിറ്റി CPIയുടെ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും സൂചിപ്പിക്കാനുള്ള സാമൂഹികമായിട്ടുള്ള ഒരു റിനോവേഷൻ അടിയന്തരമായിട്ട് പിന്നെ തുടങ്ങി വെക്കണം. അത് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അത് തുടങ്ങി വെക്കേണ്ടത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയല്ല, മറിച്ച് എന്നെപ്പോലുള്ളവരും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങളും ആണ് ഇതിന് തുടക്കം കുറിക്കേണ്ടത്. അത് തുടക്കം കുറിക്കും, യാതൊരു സംശയമില്ല. തുടക്കം കുറിക്കല്ല, ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള നിരവധി കഥകളുണ്ട്, അത് തുടരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഇനി ജനങ്ങളോട് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുടരുകയും ചെയ്യും.